അല്ലെങ്കിൽ എൻ്റെ ഒരു ലൈഫ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ഈ 500 രൂപക്ക് ക്ലാസ് കൊടുക്കുന്നതും എനിക്കൊരു മാനസിക സന്തോഷം ഇന്ന് കിട്ടുന്നുണ്ട്. ഞാൻ ശാരീരികപരമായിട്ടായാലും സാമ്പത്തികപരമായിട്ടായാലും ഇനിയിപ്പോൾ നമ്മൾ എന്തെങ്കിലും വാക്കുകൾ കൊണ്ടായാലും സമാധാനം കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഏതൊരു വ്യക്തിക്കും എൻ്റെ മുന്നിൽ ആര് സങ്കടപ്പെട്ട് വന്നാലും എൻ്റെ സങ്കടമാണത്. ഞാൻ അതിനെ പരിഗണിക്കാതെ പോയിട്ടേ ഇല്ല. പക്ഷെ പല സ്ഥലങ്ങളിൽ നിന്നും എനിക്ക് വളരെ മോശമായ രീതിയിൽ അതിൻ്റെ പേരിൽ തള്ളപ്പെട്ടിട്ടുണ്ട്. നമ്മൾ കാരുണ്യം കാണിച്ചതിൻ്റെ പേരിലും സ്നേഹിച്ചതിൻ്റെ പേരിലും തള്ളപ്പെടുക എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ വേദനയാണ് അല്ലേ? സത്യം. ആ വേദനയിൽ നിന്നുള്ള ഒരു ഉരുത്തിരിയലാണ് പുറത്തേക്ക് സ്നേഹം കൊടുക്കാനുള്ള അവസരം ദൈവം എനിക്ക് തന്നത്. അത് ഞാൻ ഉറച്ചു വിശ്വസിക്കണം. ഒരു പക്ഷെ എനിക്ക് അത്തരം വേദനകൾ ഇല്ലായിരുന്നെങ്കിൽ ഞാനെന്ന ഒരാൾ ഇങ്ങനെ ഉണ്ടാവില്ലായിരുന്നു, ഇത്രത്തോളം പുറത്തേക്ക് വരില്ലായിരുന്നു. പക്ഷെ എനിക്ക് തോന്നിയത് ഞാൻ ഇന്നെ പുറത്ത് കാണിക്കണം. അതുവരെ ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു പിറകോട്ട് നിന്നിരുന്ന ഒരാളാണെന്ന്. പിന്നെ അപ്പോൾ ഇത് ജെനുവിനാണെന്ന് ബോധ്യപ്പെടുത്തണം. എത്ര ആൾക്ക് ആശ്വാസം കൊടുക്കാൻ കഴിയും അത്ര ആൾക്ക് ആശ്വാസം കൊടുക്കണം. അതൊക്കെ ഒരു മനസ്സിൻ്റെ ഒരു സന്തോഷം ഇതിൻ്റെ ഒക്കെ പിറകിൽ എനിക്കുണ്ട്. അത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ധൈര്യം. ഇത് പറഞ്ഞപ്പോൾ ഞാൻ ചോദിക്കാനേ, അതായത് ഈ ഇങ്ങനെ ഒരു ബിസിനസ് തുടങ്ങി ഇത്രയും വർഷത്തിനിടയ്ക്ക് നേരിട്ട ഏറ്റവും വലിയ വീഴ്ച എന്തായിരുന്നു? ലൈഫിൽ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്, വളരെ താങ്ങാൻ പറ്റാത്ത വീഴ്ച ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്ന് ഞാൻ ഈ ഒരു ഇതുകൊണ്ടാണ് സ്റ്റാൻഡായത്. ഒരു വശത്തേക്ക് ഞാൻ അങ്ങോട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ നഷ്ടങ്ങളെ കുറിച്ച് ചിന്തിക്കാറേ ഇല്ല. ഞാൻ എപ്പോഴും എന്താ ചിന്തിക്കലെന്നറിയോ, ഒരു നഷ്ടം ദൈവം തരുന്നത് നമ്മളെ ഉള്ളിലുള്ള കഴിവിനെ പുറത്ത് കൊണ്ടുവരാനാണ്. അപ്പോൾ ഏറ്റവും മികച്ചതാണ് ഞാൻ ഇപ്പോൾ പുറത്തെടുത്തത്. ഇതിൽ മികച്ചത് എനിക്ക് ഉണ്ടെങ്കിൽ ഞാൻ ട്രൈ ചെയ്യും ഇൻഷാ അല്ലാ. ഓക്കെ. പക്ഷെ ഏറ്റവും മികച്ചതിനെ പുറത്തെടുത്തതുകൊണ്ടാണ് ഓരോ വ്യക്തികളെ ഉള്ളിലും എനിക്ക് എത്താൻ പറ്റിയത്. കാരണം ചിലർ എന്നെ വിളിച്ച് കരയും സന്തോഷം കൊണ്ട്. എന്താ വെച്ചാൽ ഒരു തൊഴിലാണ് ഉണ്ടായിക്കണത് അല്ലേ, സ്വന്തമായിട്ട് ഒരു തൊഴിൽ.